പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വായ്പാ പരിധി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി ഉത്തരവ് വരികയാണ്. സുപ്രീംകോടതി കേരളത്തിന്റെ ആവശ്യത്തിൽ എന്ത് തീരുമാനം പറയുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. വായ്പ എടുക്കാവുന്ന പരിധി വെട്ടിക്കുറച്ചത് മൂലം സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്നും കോടതി ഇടപെടണമെന്നുമാണ് കേരളത്തിന്റെ ഹർജിയിലുള്ളത്. MG മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും. മിഥുൻ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് സംസ്ഥാനം കോടതിയെ അറിയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇളവ് പ്രതീക്ഷിക്കാമോ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമായ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അശ്വതി, കേരളത്തെ സംബന്ധിച്ച് ഇന്ന് നിർണായകമാണ്. ഇടക്കാല ഉത്തരവാണ് ഇത് സംബന്ധിച്ച് ഇന്ന് സുപ്രീം കോടതി ഇറക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ അധികമായി 10,000 കോടി രൂപ അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ ഇടക്കാല ഹർജിയിൽ കേരളം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക കാലയളവിൽ ഏകദേശം 21,000 കോടിയോളം രൂപ വെട്ടിക്കുറച്ചു ഇത്തരത്തിൽ ഈ കടമെടുപ്പ് പരിധിയിൽ നിന്ന് എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഇതേ തുടർന്ന് പലതവണ, അതായത് 2 തവണയാണ് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ ചർച്ച നടത്തണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഈ ഒരു അനുനയ ചർച്ചയിലേക്ക് വരാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇടക്കാല ഉത്തരവിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ വാദം ഇക്കാര്യത്തിൽ പൂർണ്ണമാവുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. കൂടാതെ 5,000 കോടി രൂപ നേരത്തെ കേന്ദ്ര സർക്കാർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പെൻഷൻ അടക്കം നൽകുന്നതിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് കൂടുതൽ പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി 10,000 കോടി രൂപ ലഭ്യമാക്കണം. അതിന് അധിക വായ്പ എടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ഒരു ആവശ്യം അംഗീകരിച്ചാൽ മാത്രമേ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുള്ളൂ. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ അടക്കം കാര്യങ്ങൾ പ്രധാനമായും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പണം ലഭിച്ചാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഒരു സഹായം എന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഇന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും കേരളം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 10,000 കോടി നൽകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായി അത്തരത്തിലൊരു കാര്യം അത് ഒരു സാധ്യത മാത്രമാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നേരത്തെ നിരവധി തവണ ചർച്ച നടത്തിയപ്പോഴും കേന്ദ്രം മുന്നോട്ട് വെച്ച കാര്യമുണ്ടായിരുന്നു. കേരളത്തിന് നൽകാവുന്ന കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ അടുത്ത സാമ്പത്തിക വർഷം, അതായത് ഇന്നു മുതലുള്ള അങ്ങോട്ടുള്ള സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം നൽകാനുള്ള വിഹിതം അതിൽ നിന്ന് കടമായിട്ട് തുക നൽകാമെന്നുള്ളൊരു കാര്യം നേരത്തെ കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുകൂല നിലപാട് കേരള സർക്കാർ സ്വീകരിച്ചാൽ അത് ഈ വർഷം ലഭിക്കാവുന്ന തുകയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെടും. അത് വലിയ രീതിയിൽ പിന്നീട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന് പകരമായി അധിക കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നുള്ള ആവശ്യമാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കമുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്നത്തെ ഈ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് ഇറക്കുക. എന്തായാലും രാവിലെ 10:30 ഈ ഒരു കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരും. ശരി മിഥുൻ.